ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് റെഡ്മി നോട്ട് 9 പ്രോ എന്ന ഫോണിൻ്റെ അൺബോക്സിങ്ങും പിന്നെ അതിൻ്റെ ഒരു മാസത്തെ ഉപയോഗിച്ചതിന് ശേഷമുള്ള റിവ്യൂവുമാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റെഡ്മിയുടെ അൺബോക്സിംഗ് ആണ്. ലുലു മാളിലെ ലുലു കണക്റ്റിൽ നിന്നാണ് ഞാൻ ഈ ഫോൺ മേടിച്ചത്. ഫോണിൻ്റെ ബോക്സിലുണ്ടായിരുന്നത് ഒരു ചാർജിങ് കേബിളും പിന്നെ അതിൻ്റെ അഡാപ്റ്ററും അതുകൂടാതെ ഒരു കേസുമാണ്, അഡീഷണൽ കേസുമാണ് അതിലുണ്ടായിരുന്നത്. പിന്നെ ആസ് യൂഷ്വൽ യൂസർ മാനുവലുമാണ് ബോക്സിനകത്തുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് റെഡ്മിയുടെ നോട്ട് 9 പ്രോ ഇത്ര വൈകി ഒരു അൺബോക്സിങ് അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിന് കാരണമുണ്ട്. അതായത് എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള 3 പേര് ഇതേ ഫോൺ, സെയിം ഫോൺ റെഡ്മി നോട്ട് 9 പ്രോ യൂസ് ചെയ്യുന്നുണ്ട്. സോ അവർ വളരെയധികം ഹാപ്പിയാണ്. അവർ പറഞ്ഞറിവ് വെച്ചിട്ട് യൂസർ ഫ്രണ്ട്ലി ആണ്. പിന്നെ അതിലുപരി എനിക്ക് തോന്നിയ 2 കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് ബഡ്ജറ്റ് ഫോണാണ്, പിന്നെ വളരെ കൂടാതെ വളരെ ഫാസ്റ്റായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഹാങ്ങോ കാര്യങ്ങളോ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. 15,000 രൂപയാണ് എനിക്ക് ഈ ഫോൺ മേടിക്കുന്നതിന് വേണ്ടി നൽകേണ്ടി വന്നത്. ആമസോണിൻ്റെ സൈറ്റ്, ഓൺലൈൻ മാർക്കറ്റിംഗ് സൈറ്റായ ആമസോണിൻ്റെ ആപ്പാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് താഴോട്ട് മേലോട്ടൊക്കെ സ്വൈപ്പ് ചെയ്ത് നോക്കിയിട്ടും അങ്ങനെ ഒരു ഹാങ്ങോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, റെഡ്മിയുടെ നോട്ട് 9 പ്രോൻ്റെ തന്നെ ഇതിൽ സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ഓൺലൈൻ പ്രൈസും അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്, യൂസ് ചെയ്യുന്നതിൻ്റെ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സെർച്ച് ചെയ്തിട്ട് റിസൾട്ട്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് നോക്കാം. ഇതിൽ കുറേ വേരിയൻസ് ഉണ്ട്, പല GB-യുടെയും 4GB 6GB ഒക്കെ വേരിയൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പം ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് 4GB റാമുള്ള റെഡ്മി നോട്ട് 9 പ്രോൻ്റെ ആണ്. സോ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഇങ്ങനെ ഫോട്ടോസ് അതിൻ്റെ ഒരു ഡിസ്പ്ലേയിൽ ഇട്ടിട്ടുണ്ട്. അത് കൂടാണ്ട് താഴെ അതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ആണ് അവർ ആഡ് ചെയ്തിരിക്കുന്നത്, ആമസോൺ വീഡിയോ ആണ് ഫോണിൻ്റെ. ജസ്റ്റ് ഒരു ചെറിയൊരു ഡെമോ മാതിരി ഞാൻ കാണിച്ചാണ്. ഓക്കെ, ഇനി ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ എത്രത്തോളം എങ്ങനെയുണ്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇത് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ പ്രൊഫൈലാണ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്, DD ദ യൂട്യൂബർ. ഓക്കെ, അപ്പോൾ അതിലുള്ള ഫോട്ടോസും വീഡിയോസും നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ സ്വൈപ്പ് അപ്പ് ചെയ്തിട്ടും അല്ലെങ്കിൽ സ്വൈപ്പ് ചെയ്തിട്ടൊന്നും അങ്ങനെ ഒരു എന്താ പറയുക ലാഗോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഫാസ്റ്റായിട്ട് തന്നെയാണ് അതിൽ ചെയ്ത് നോക്കുന്നത്. ഓക്കെ, കണ്ടോ, ഇതിലൊരു ലാഗോ ഹാങ്ങോ ഇപ്പോൾ അത് ഇതിൻ്റെ വീഡിയോ ആണ്, ഒരു റീലാണ്. അപ്പോൾ അതുപോലെ 2ാമത്തെ റീലാണ്, 2 റീൽസാണ് ഇപ്പോൾ അക്കൗണ്ടിൽ. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു മാത്രമേ എത്രത്തോളം യൂസർ ഫ്രണ്ട്ലി ആണ് ഈ ഫോണിൽ ഇൻസ്റ്റാഗ്രാം എടുക്കുമ്പോൾ എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, ഇനി ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടാണ്. അപ്പോൾ അതും ഓപ്പൺ ചെയ്തു. പിന്നെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ അക്കൗണ്ട്സ് വേറെ എടുത്തു. ഇത് യൂഷ്വൽ ഇതാണ്. ഇപ്പോൾ ഇന്നാൾ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ റെഡ്മി എടുത്തപ്പോൾ ഒരു ഇഷ്യൂ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, വീഡിയോ കോൾ വിളിക്കുമ്പോൾ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല, വീഡിയോ കോളിനുള്ള ഓപ്ഷൻ റെഡ്മിയിൽ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ട്രയലായിട്ട് എടുത്തുള്ള എൻ്റെ ഫോണിലോട്ട് ഇതിൽ നിന്ന് വിളിച്ച് നോക്കിയതാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് കോൾ കണക്റ്റ് ആവുന്നുണ്ടോ എങ്ങനെയാണെന്നുള്ളത്. ആ മുമ്പ് ഉണ്ടായിരുന്ന റെഡ്മി ഫോണുകളിലുള്ള ഇഷ്യൂ തീർന്നോ എന്നും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ കോൾ കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പ്രോബ്ലം അവിടെ സോൾവ് ആയി. ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ജസ്റ്റ് നമ്മുടെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ട് ഒന്ന് വെറുതെ ഓപ്പൺ ചെയ്തതാണ്. അതിലിപ്പോൾ വേറെ ഒന്നുമില്ല, വിവിധ തരത്തിലുള്ള അക്കൗണ്ട്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് ട്രയൽ അടിച്ചു എന്ന് മാത്രം. ഇനി അത് കൂടാണ്ട് അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിലൊരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കണം. അപ്പോൾ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഇൻസ്റ്റാഗ്രാമിൽ വരുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അതൊക്കെ ഓക്കെയാണ്, അതിലൊന്നും അങ്ങനെ ഇഷ്യൂസ് ഉള്ളതായിട്ട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല നമുക്ക്. ഇനി വാട്സപ്പ് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ വാട്സപ്പ് യൂസ് ചെയ്യുമ്പോൾ റെഡ്മി നോട്ട് 9 പ്രോ എങ്ങനെയാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത്, ഒരു യൂസർക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് പ്ലേ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയും സ്വൈപ്പ് ചെയ്തിട്ടൊന്നും അങ്ങനെ ഒരു ഹാങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇനി വേറെ ഒരു ആപ്പാണ്, ടിക്ടോക്ക് പോലെയുള്ള ഒരു ആപ്പാണ് അതിലുള്ള വീഡിയോസും പ്ലേ ചെയ്ത് നോക്കി, അതിലും ഇഷ്യൂസൊന്നും കാണാനില്ല. അതായത് നമ്മൾ ഹാപ്പിയാണ്. ലൈക്ക് ഒരു ഫോൺ യൂസ് ചെയ്യുമ്പോൾ സ്റ്റെക്കോ ഹാങ്ങോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അങ്ങനത്തെ യാതൊരു വിധ ഫീലും ഇതുവരെ ഉണ്ടായിട്ടില്ല.
അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇതിൽ ഹാപ്പിയാണ് ഈ ഫോൺ യൂസ് ചെയ്തിട്ട്. ഇനി എല്ലാവർക്കും, അതായത് ഒട്ടുമിക്ക ഏജസിലുള്ള ആൾക്കാർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നത്. ഗെയിംസാണ് നമ്മൾ എടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലത്തെ ഗെയിംസ് അല്ലെങ്കിൽ ഇതിലുള്ള ഇൻബിൽഡ് ഗെയിംസൊക്കെ പ്ലേ ചെയ്തിട്ട് എങ്ങനെയുണ്ട്, ഫോൺ എങ്ങനെ ഹീറ്റ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് അത് റിയാക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ മാഡ് നൗ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗെയിമാണ്, ഒരു പസിൽ ഗെയിം മാതിരിയാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കും. ചെറിയ ചെറിയ ഗെയിംസാണ്, വലിയ ഗെയിംസ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ബാക്കി മേ ബി ഞാൻ ഫ്യൂച്ചറിൽ ഇടാനുള്ള പ്ലാൻസ് ഉണ്ട്. ഓക്കെ, എന്തായാലും ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ചെറിയ ഗെയിംസാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ സിസ്റ്ററിൻ്റെ കുട്ടിയും പിന്നെ നമ്മുടെ കസിൻസൊക്കെ കുട്ടികളുണ്ട്, അപ്പോൾ അവർക്ക് കളിക്കാൻ വല്ലപ്പോഴും. ഓക്കെ, അതിന് വേണ്ടിയാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതൊക്കെ ഞാൻ നോക്കി. ഈ ഗെയിം കളിക്കുന്നത് എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഇല്ല, പക്ഷേ ആവുന്ന രീതിയിലൊക്കെ നോക്കി. അതാണ് ഞാൻ ബാക്ക് അടിക്കുകയാണ്. സോ അടുത്ത ഗെയിമിലേക്ക് പോവാം. അതിന് മുന്നായിട്ട് ഒരു പ്രാവശ്യം കൂടി ഒന്ന് ട്രൈ ചെയ്തു, നമ്മൾ വിട്ടുകൊടുക്കരുതല്ലോ. അപ്പം അങ്ങനെ കരുതിയിട്ട് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കി. ഒരു രക്ഷയില്ല, ഒന്നും കിട്ടണില്ല. കാരണം അതറിയില്ല, ഞാൻ ഫോൺ മേടിച്ചിട്ട് ഗെയിംസ് അധികം കളിച്ചിട്ടില്ല ഇതിൽ, അതുകൊണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയാണ് ഞാൻ ട്രൈ ചെയ്ത്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി അടുത്ത ഗെയിമിലേക്ക് പോവാം. അടുത്ത ഗെയിം എന്ന് പറഞ്ഞാൽ മിൻറ്റ് ഗെയിംസ് എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ആഡും കാര്യങ്ങളും വന്നത്. സോ ഒന്ന് ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അത് എടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് പോകുന്നത്. ഓക്കെ, ഗെയിം ബബിൾ സ്റ്റോറി, അതാണ് ഗെയിമിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇതുവരെ ഗെയിംസ് ഇതിൽ കളിക്കാത്ത കാരണം എങ്ങനെയാണ് എന്താണെന്ന് അറിയാം. ഇത് പിന്നെ സിമ്പിളായിട്ട് തോന്നി, ജസ്റ്റ് ഇവിടുത്തെ പന്ത് സ്വൈപ്പ് ചെയ്ത് വിടുക. ചെറിയ ചെറിയ കുട്ടികൾക്ക് വേണ്ടി കൂടുതൽ യൂസ് ചെയ്യുന്നത് അവരാണല്ലോ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ നോക്കി. അങ്ങനെ ഗെയിംസ് കളിച്ചിട്ടൊന്നും എനിക്ക് ഏകദേശം ഈ ഗെയിംസ് മാത്രമല്ല ഇത് കൂടാണ്ട്, അതായത് ഇതിൻ്റെ തന്നെ കുറേ ഇതുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിന് ശേഷം റിവ്യൂ ഇടുന്നതിന് മുമ്പ് കുറേ ടൈം യൂസ് ചെയ്ത് നോക്കിയിട്ട് കാര്യങ്ങൾ അങ്ങനത്തെ ലാഗ്, ഹീറ്റ് അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളുള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഈ ഗെയിം ന്യൂ ഗെയിമായിട്ട് നിങ്ങൾക്ക് തോന്നാം, ഇപ്പോൾ നല്ല നല്ല ഗെയിമുകളായ പെസ് അല്ലെങ്കിൽ പബ്ജി അങ്ങനത്തെ ഗെയിംസൊക്കെ എല്ലാം ഇട്ട് കാണിക്കണ്ടേന്നും തോന്നാം. പക്ഷേ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല റിവ്യൂ ചെയ്യുന്ന സമയത്ത്. പക്ഷേ അതിന് ശേഷം ഞാൻ നോക്കി, സൂപ്പർ ഹാപ്പിയാണ്. ലൈക്ക് ഹീറ്റിൻ്റെ ഒരു ഇഷ്യൂ എനിക്ക് തോന്നിയിട്ടില്ല, ലാഗ് തോന്നിയിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടും എനിക്ക് ഹാപ്പിയാണ്, ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമ്മുടെ ഫ്രണ്ട്സ് ട്രൈ ചെയ്തിട്ടുണ്ട്, അവരുടെ കയ്യിലുണ്ട്, 3-4 പേര് മേടിച്ചു. അപ്പോൾ അവരൊക്കെ പറഞ്ഞതിൻ്റെ പേരിലാണ് നമ്മൾ റിവ്യൂ ഇതിന് വേണ്ടി എടുത്തത്. അപ്പോഴും സൂപ്പർ ഡൂപ്പർ ഹാപ്പിയാണ്, ബിക്കോസ് ആ ഫോണിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീൽ വേറെയാണ്. ഇനി യൂട്യൂബിൽ നമുക്കൊരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് അല്ലെങ്കിൽ അതിൽ ഈ ഫോണിൻ്റെ ഒരു ക്ലാരിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബ് എടുത്തു. അതിന് ശേഷം ഞാനൊരു വീഡിയോ ഇവിടെ സെർച്ച് ചെയ്യണം, ഒരു ബ്ലൂറേ തന്നെ ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഹൈ ക്വാളിറ്റിയിൽ എങ്ങനെ ഈ ഫോൺ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനതിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഒരു ബ്ലൂറേ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഇതെന്നുള്ളത്. ഇത് ആഡും കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട് യൂട്യൂബ് ചാനലിൻ്റെ. ഓക്കെ, അതിന് ശേഷം വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇവിടെ പ്ലേ ചെയ്യുന്ന യൂട്യൂബ് വീഡിയോ. അപ്പോൾ അതിൽ നോക്കിയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്ത് നോക്കിയ ഇടയിൽ ബഫർ കാര്യങ്ങൾ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. ടോട്ടലി ഈ ഫോൺ ഓസമാണ്, ആർക്കും ധൈര്യമായിട്ട് മേടിക്കാം.